ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാനസയും അതുപോലെ തന്നെ കൃഷും കൂടി കൺമണിയുടെ പേരിൽ വഴക്കുണ്ടാക്കാട്ടോ ചെയ്യുന്നത്. കൺമണി ഇപ്പോൾ ഞാൻ വിളിച്ചാൽ ഇവിടെ എത്തും എന്നുള്ള കൃഷിന് ഉറപ്പുണ്ട്. അങ്ങനെ കൺമണി എന്ത് ചെയ്യുന്നു, സാഗർ സാറിനെ രക്ഷിക്കാൻ വേണ്ടി രാത്രി പോരാട്ടോ ചെയ്യുന്നത്. പക്ഷേ ഈ വിവരം ക്രിസാറിനെ അറിയിക്കണം, അറിയിച്ചാലാണ് കാര്യമുള്ളൂ. സാർ ഇപ്പോൾ അവിടെ തന്നെയല്ലേ ഉള്ളത്. അങ്ങനെ കൺമണി കൃഷ്ണനെ വിളിക്കുമ്പോൾ ഫോൺ കിട്ടുന്നില്ല, അതുപോലെ തിരിച്ച് കൃഷ് വിളിക്കുന്നുണ്ട്, അപ്പോഴും കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറയുന്നത്. ഇത് കാരണം തന്നെ കൺമണിക്കും ആകെ ടെൻഷനായി. ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്താനായിട്ട് നോക്കണം. സാറ് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ. അതിനുശേഷം തന്നെ കൃഷു അങ്ങനെ കേട്ടോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് കൺമണി ഓടുക കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ രക്ഷയില്ല, ഓടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയേ പറ്റുള്ളൂ. പെട്ടെന്നാണ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വന്നിട്ട് എങ്ങോട്ടാ മോളെ എന്ന് ചോദിക്കുന്നു കേട്ടോ. അയാളൊരു നല്ല മനസ്സുള്ള ആളാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് സിറ്റി ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം, അത്യാവശ്യ കാര്യമുണ്ട് ചേട്ടാ എന്ന് പറയുന്നു. മോൾ കയറിക്കോ, ഞാൻ കൊണ്ടുപോയി ആക്കാമെന്ന് പറയുന്നു. അങ്ങനെ കൺമണി ഓട്ടോറിക്ഷ കയറി അങ്ങ് വരിക കേട്ടോ. അതിനുശേഷം തന്നെ കാണിക്കുന്നത് കൃഷ്ണയാണ് കേട്ടോ. കൃഷാണെങ്കിലോ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് പോലീസാണ് ഞങ്ങൾ സാഗർ സാറിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി വന്നതാണെന്ന് പറയുന്നു. ദക്ഷ മേഡം പറഞ്ഞിട്ടാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കൃഷ്ണന് സംശയമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഒരു കാര്യം അവിടെ സംഭവിക്കുക കേട്ടോ ചെയ്യുന്നത്. ബാലും സുമിത്രയും കൂടി അതിൽ ഡോക്ടറിൻ്റെയും നഴ്സിൻ്റെയും വേഷത്തിൽ അങ്ങോട്ട് ICUയിലേക്ക് കയറാനായിട്ട് പോകുമ്പോൾ ഇവിടെ കണ്ട നല്ല പരിചയം, ഇയാൾ ഡോക്ടറാണോ എന്നൊരു സംശയമായിട്ടോ കൃഷിന്. അങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുക കേട്ടോ കൃഷ്. പിന്നീട് കൺമണിയുടെ വീട്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. ധനലക്ഷ്മി ആണെങ്കിലോ പൊരിഞ്ഞ വഴക്ക് നടത്തണം, അമ്മായിമാരെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് കൺമണി ഇതിനകത്ത് കാണാനില്ല, രാത്രി എന്നില്ല പകലെന്നില്ല, അവൾ എങ്ങോട്ടാണ് ഇങ്ങനെ ഒരുമ്പെട്ട് ഇറങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. അപ്പോഴത്തേനും കൺമണിയുടെ അച്ഛൻ അങ്ങോട്ട് വരുന്നു കേട്ടോ. എന്തവിടെ പ്രശ്നം എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേനും പുന്നാര മോൾ എവിടെയാണ്, അവൾ റൂമിലില്ലേ? അവൾ റൂമിലൊന്നുമില്ല, അവൾ തിരങ്ങാൻ പോയിരിക്കുകയാണെന്ന രീതിയിൽ പറയുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട് അപ്പോൾ റൂമിലില്ല എന്ന് പറയുന്നുണ്ട്. അവൾ എങ്ങോട്ടാണ് പോയത്? അത് അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകേണ്ടി വന്നു, ക്രിസാറിൻ്റെ അച്ഛന് സുഖമില്ലാണ്ടിരിക്കല്ലേ, അതിന് അത്യാവശ്യമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം അവിടെ നടക്കാൻ പോകുന്നു എന്ന് പറയുന്നു. മോനെ, അവിടേക്ക് അവൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് ഇഷ്ടപ്പെടുമോ? ഇത് ഇപ്പോൾ പോയേ പറ്റുള്ളൂ, ഇത് അപ്പയ്ക്കും കൂടി വേണ്ടിയിട്ട് തന്നെയാണ്, പോയേ പറ്റുള്ളൂ എന്ന് പറയട്ടെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, ക്രിസാറുണ്ടല്ലോ എന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ സാഗറിൻ്റെ ICUയിൽ കയറിയിട്ട് ആ ഗുണ്ടകൾ സാഗറിൻ്റെ മുഖത്ത് കൈവച്ച് അമർത്തുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ കൺമണി അവിടെ എത്തുന്നുണ്ട് കേട്ടോ. എന്നാലും സാഗറിൻ്റെ ജീവൻ കൺമണി എന്തായാലും രക്ഷിക്കുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ കൺമണി ഓടിക്കൊണ്ട് വരികയാണ്. അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ട് എന്തായാലും ആ ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ടാണ് പ്രമോ കഴിയുന്നത്. എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ.